നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ഗജകേസരി യോഗം അതിൻ്റെ ശക്തി വിശേഷങ്ങളുമായിട്ട് വിരുന്നെത്തുന്നു. 5 രാശിക്കാർക്ക് അതിൻ്റെ നേട്ടങ്ങൾ പരമാവധി കിട്ടുന്നതാണ്. ശരിക്കും 12 രാശിക്കാർക്കും അതിൻ്റെ നേട്ടമുണ്ട്. പക്ഷെ അതിൽ തന്നെ 5 രാശിക്കാരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നേട്ടമുള്ള രാശിക്കാരുടെ കാര്യം അവസാനം പറയാം. 5ാം സ്ഥാനം കിട്ടുന്ന ഒരു കാര്യം ആദ്യം പറയാം. ഓക്കെ, അപ്പോൾ അത് 2026 19, 20 തീയതികളിലാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. അതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ മെയ് 18 രാത്രി 10:04 PM മുതൽ മെയ് 20 രാത്രി 10:38 PM വരെയാണ് ഈ യോഗം നിലനിൽക്കുന്നത്. അത് 5 രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകുന്നത്. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഞങ്ങൾക്കും ഒരു ചെറിയ ഗുണം കിട്ടണ്ടേ? ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞങ്ങളുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മറുപടി പറയുന്നതാണ്. അപ്പോൾ അത് ഇപ്പോൾ അതുപോലെ ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പ് മെസ്സേജ് മാത്രം അയയ്ക്കുക. അപ്പോൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറഞ്ഞാൽ ഇടവം രാശിയാണ്. ഇടവം രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവം രാശിക്ക് 2ാം ഭാവത്തിൽ ധനസ്ഥാനത്താണ് ഗജകേസരി യോഗം രൂപീകരിക്കപ്പെടുന്നത്. അതിൻ്റെ കൂടെ ശുക്രനും കൂടെ കയറി വരുന്നുണ്ട്. ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം, അങ്ങനെ 3 ശുഭഗ്രഹങ്ങളുടെ ശുഭകരമായ ഒരു കൂടിച്ചേരലാണ്. ഇടവം രാശിക്ക് അത് ധനഭാവത്ത് തന്നെ വരുന്നു. അപ്പോൾ ധനവരവിൻ്റെ ഒരു അയ്യരുകളിയായിരിക്കും. അപ്പോൾ പിന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു തരുന്നു ശരി, പക്ഷെ സംഭവം വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല. മറിച്ച് ക്ഷേത്രദർശനം, മന്ത്രജപങ്ങൾ, ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, അങ്ങനെ നിരവധി അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചെങ്കിലേ ഈ ഭാഗ്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന വഴിയിലൂടെ പോകത്തുള്ളൂ, ആഗ്രഹിക്കുന്ന വഴിയിലൂടെ പോകത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറയുന്നു, ഇടവം രാശിക്കും ഇടവം ലഗ്നത്തിനും മെയ് 19, 20 തീയതികളിൽ ഗജകേസരി യോഗം രൂപീകരിക്കപ്പെടും. ഓക്കെ, അപ്പോൾ ഗജകേസരി യോഗത്തിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുമാതിരിയൊക്കെ അറിയാം. അതായത് അസാമാന്യമായ ധനവരവ്, വീട്, വാഹനം, അതുപോലെ തന്നെ ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ഇഷ്ട ഭക്ഷണ സമൃദ്ധി, പിന്നെ തീർച്ചയായിട്ടും സമൂഹത്തിൽ ഉന്നതരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കാം. അതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീട് നമുക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ 4ാമത്തെ സ്ഥാനം കിട്ടുന്ന രാശിക്കാരുടെ കാര്യം പറയാം. കുംഭം രാശിയാണ്. കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യം 3 പാദം. ഇവരുടെ 5ാം ഭാവത്തിലാണ് ഈ ഗജകേസരി യോഗം രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 5ാം ഭാവം എന്താണ് സൂചിപ്പിക്കുന്നത്? പൂർവ്വ പുണ്യസ്ഥാനം, പിതാവ്, മക്കൾ, ഇതൊക്കെയാണ് 5ാം ഭാവം സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ, ദുഷ്കർമ്മങ്ങളുടെ കാര്യം നമുക്കറിയത്തില്ല, നമ്മളത് പറയുന്നില്ല, നിങ്ങളത് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓക്കെ, ഉറച്ചും വിശ്വസിക്കുന്നു. അപ്പോൾ സൽക്കർമ്മങ്ങളുടെ ഫലങ്ങൾ, സൽഫലങ്ങൾ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന 2 ദിവസങ്ങളാണ് മെയ് 19, 20, 2026. ഓക്കെ, അപ്പോൾ അതുകൂടാതെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട്
ഐശ്വര്യങ്ങളുണ്ടാവും. പിതാവിനും ഐശ്വര്യം ഉണ്ടാവും, പിതാവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കും ഐശ്വര്യം ഉണ്ടാവും, സന്താനങ്ങൾക്കും അതുപോലെ തന്നെ. ഓക്കെ. പിന്നെ വ്യാഴം ഇവിടെ 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് പ്രണയബന്ധം സഫലമാകാനുള്ള സാധ്യത, കൂടുതൽ ദൃഢമാകാനുള്ള സാധ്യത, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം ശോഭനമാവും. ഓക്കെ. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അങ്ങനെ അടിപൊളി 2 ദിവസങ്ങളാണ് കുംഭൻ രാശിക്ക് കിട്ടാൻ പോകുന്നത്. ഇനി 3ാമത്തെ സ്ഥാനം കിട്ടുന്ന രാശി എന്ന് പറയുന്നത്, 3 എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇനി പറയുന്ന 3ാമത്തെയും 2ാമത്തെയും 1ാമത്തെയും രാശിക്കാർക്കൊക്കെ ഏതാണ്ട് തുല്യമായ ഫലങ്ങളാണ് കിട്ടുന്നത്. അടിപൊളി സംഭവങ്ങൾ, അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളായി മാറാൻ പോവുകയാണ് മെയ് 19, 20 തീയതികൾ. അപ്പോൾ അതിൽ ഞങ്ങൾ 3ാം സ്ഥാനം കൊടുക്കുന്നത് ധനുരാശിക്കാണ്. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാട, ഉത്രാടം, ആദ്യപാദം. ഓക്കെ. അവർക്ക് 7ാം ഭാവത്തിലാണ് സംഭവം നടക്കുന്നത്. ഓക്കെ. അപ്പോൾ അവർക്ക് പ്രത്യേകമായിട്ട് നേരത്തെ പറഞ്ഞ ഗുണങ്ങൾക്ക് പുറമേ ഇവർക്ക് പ്രത്യേകമായിട്ട് സ്പെഷ്യലായിട്ട് ഈശ്വരൻ അനുഗ്രഹിച്ചു തരുന്നത് ഇതാണ്: ബന്ധങ്ങൾ സുദൃഢമാവും. എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും, പ്രണയബന്ധം, ദാമ്പത്യ ജീവിതം, സുഹൃത്ത് ബന്ധം, അതുപോലെ തൊഴിൽപരമായ സൗഹൃദം, അങ്ങനെ നിരവധി സൗഹൃദങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഈ 2 ദിവസം ധനുരാശിക്ക്. അപ്പോൾ ഇനി 2ാം സ്ഥാനം നൽകുന്ന രാശിയുടെ കാര്യം പറയാം. അപ്പോൾ ഈ 2ാം സ്ഥാനവും 1ാം സ്ഥാനവും ഒക്കെ കിടന്ന 2 രാശി, ഇനി പറയാൻ പോകുന്ന 2 രാശിക്കാരും 2 വിധത്തിൽ മത്സരമാണ്. അതിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി നിങ്ങൾ തീരുമാനിക്കുക. ഇതിൽ അവസാനം പറയുന്ന 2 രാശിക്കാർക്കിൽ ആർക്ക് 1ാം സ്ഥാനം കൊടുക്കണം. എന്തായാലും ഞങ്ങളിപ്പോൾ തൽക്കാലം 2ാം സ്ഥാനം കൊടുക്കുന്നത് തുലാം രാശിക്കാണ്. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്താണ് ഗുരുശുക്രയോഗവും ഗജകേസരി യോഗവും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വരുന്നത്. ഭാഗ്യം, സർവവിധ സൗഭാഗ്യം. ആദ്യം പറഞ്ഞ ഭാഗ്യങ്ങൾക്ക് പുറമെ സർവവിധ സൗഭാഗ്യം. ഏത് കാര്യം ചെയ്താലും അതിൻ്റെ കൂടെ ഇവർക്ക് ശനി കയറി നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ശനി കൊണ്ട് ഇവർക്ക് സർവകാര്യ വിജയവും കിട്ടും, സർവവിധ സൗഭാഗ്യം എല്ലാം. ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു മനുഷ്യന് ആവശ്യമുള്ള എല്ലാ ഭൗതിക സുഖങ്ങളും നിങ്ങൾ തേടി വരും. നിങ്ങൾ അങ്ങോട്ട് തിരഞ്ഞു പോകണ്ട. ഓക്കെ. അപ്പോൾ തുലാ രാശി. പിന്നെ ഞങ്ങൾ 1ാം സ്ഥാനം കൊടുക്കുന്നത് ചിങ്ങം രാശിക്കാണ്. ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്രം, ആദ്യപാദം. ഈ ചിങ്ങം രാശിക്ക് ഞങ്ങൾ 1ാം സ്ഥാനം കൊടുക്കുന്നതിൻ്റെ രഹസ്യം ഇതാണ്: ഇവിടെ 11ാം ഭാവത്തിലാണ് ചന്ദ്രനും ശുക്രനും വ്യാഴവും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരുമാതിരിപ്പെട്ട ചാറവറായ യോഗങ്ങൾ. ഒരുമാതിരി എന്താ പറയുന്നത്, കുട്ടികൾ മാമ്പഴക്കാലത്ത് കല്ലെറിയുമ്പോൾ മാങ്ങ വീഴുന്ന പോലെ ചറവറായിരിക്കും ഇവർക്ക് സൗഭാഗ്യങ്ങളുടെ ഒരു ഘോഷയാത്ര വരാൻ പോകുന്നത്. 11ാം ഭാവത്തിൽ ചന്ദ്രനും ശുക്രനും വ്യാഴവും ഒരുമിച്ച് ചേരുന്നു 2 ദിവസം, ഏകദേശം 24.5 മണിക്കൂർ, ക്ഷമിക്കണം 48.5 മണിക്കൂർ. ഓക്കെ. ചിങ്ങരാശിക്ക് ഇത് കൂടാതെ തൊഴിൽപരമായിട്ടുള്ള നേട്ടവും ഉണ്ട്. ഓക്കെ. 10ാം ഭാവത്തിൽ കർമ്മഭാവത്തിൽ സൂര്യനും ബുധനും, 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ചന്ദ്രനും ശുക്രനും വ്യാഴവും. പോരെ? അതുകൊണ്ടാണ് ഞങ്ങൾ 1ാം സ്ഥാനം ഇവർക്ക് കൊടുക്കുന്നത്. മിക്കവാറും കുറേ കാലമായിട്ട് തുലാരാശിക്കാരെല്ലാത്തിൻ്റെ മുന്നിലിരിക്കുക. അവർക്ക് ഒരു ചെറിയ ഇടവേള കൊടുക്കുന്നു. 2ാം സ്ഥാനത്തേക്ക് ഞങ്ങളായിട്ടൊന്ന് മാറ്റി നിർത്താം, അവിടെ നിന്നില്ല, വേറൊരു പാർട്ടിയുണ്ട്. കർമ്മഭാവത്തിൽ സൂര്യനും ബുധനും,
തൊഴിൽപരമായിട്ടുള്ള നേട്ടം. അത് പക്ഷേ ഈ ദിവസങ്ങളിൽ മാത്രമല്ല, ഇനിയിപ്പം ഏകദേശം 2 മാസത്തേക്ക് ഇടവം മിഥുനം മാസങ്ങളിൽ ഇവർക്ക് ചിങ്ങൻ രാശിക്കാർക്ക് സൂര്യൻ അതിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ഭാവങ്ങളിൽ വരികയാണ്. തൊഴിൽ ലാഭം, അതുപോലെ തന്നെ പിതൃഗുണം, പിതാവിന് ഐശ്വര്യം, സന്താന നേട്ടം, സന്താനങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഒക്കെ വരികയാണ്. പിന്നെ ഇവരുടെ കർമ്മ രംഗത്ത് ഇച്ചിരി തിരക്ക് പിടിച്ച ഒരവസ്ഥയായിരിക്കും. അതൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, വിവേകപൂർവ്വം, ബുദ്ധിപൂർവ്വം, കൗശലപൂർവ്വം അതൊക്കെ അങ്ങോട്ട് കൈകാര്യം ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം എല്ലാം. അപ്പോൾ 5 രാശിക്കാർക്കും മാത്രമല്ല, വെളിച്ചച്ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.